ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ 8-മത്തെയും 9-മത്തെയും എപ്പിസോഡിന്റെ ഒപ്പീനിയനാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള മാറ്റം എന്താന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് 2 ജഡ്ജസും കൂടെ വന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം രജിത് കുമാറും വീണ നായരും ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം നാദിറയും സെറീനയും ആയിരുന്നു. ഇവർ വന്നതുകൊണ്ട് മാത്രം എപ്പിസോഡിൽ എടുത്തു പറയത്തക്ക വിധം വലിയൊരു മാറ്റമോ പ്രത്യേക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 2 ദിവസത്തത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെറീനയും നാദിറയും ഉണ്ടായിരുന്ന എപ്പിസോഡാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇവർക്കുള്ളൊരു പ്രത്യേക പവർ എന്താന്ന് വെച്ചാല് പെർഫോമൻസ് വളരെ മോശമായി ഇരുന്നിട്ടും ഡിസേർവിംഗ് അല്ലാതിരുന്നിട്ടും സേഫ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും മത്സരാർത്ഥികളെ വേണമെങ്കിൽ നേരിട്ട് ഔട്ട് ഹൗസിലേക്ക് ഇവർക്ക് മാറ്റാനുള്ളൊരു അധികാരമുണ്ട്. മാത്രമല്ല ഇവര് ഈ ഒരു ദിവസത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുന്നത്. ഇത് എത്രത്തോളം ഫെയർ ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഇവരുടെ മാത്രം തീരുമാനങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാക്കിയുള്ള ജഡ്ജസിന്റെയും ക്രൂ മെമ്പേഴ്സിന്റെയും ഒക്കെ അഭിപ്രായ പ്രകാരമായിരിക്കും തീരുമാനം എടുക്കുന്നതെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് 2 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള മാസ്ക് ഓഫ് സെക്ഷൻ. പൂജ, എൽദോ, ഷിജിൻ, ഷിജിലാല്, താഷി, അതേപോലെ തന്നെ അമൃത, സോന അലക്സ്, പ്രണവ്. ഇത്രയും പേരാണ് 2 ദിവസങ്ങളിലായിട്ട് വന്നിട്ട് മാസ്ക് ഓഫിൽ സംസാരിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ ഒരു സെഗ്മെന്റ് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നുള്ളത്. ഇവരുടെയൊക്കെ ടാസ്കുകളിലെ പെർഫോമൻസ് എന്നുള്ളതിലുപരിയായിട്ട് ഇൻഡിവിജ്വലി ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവർക്ക് കിട്ടുക. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന വിഷയം, ഇവര് അവതരിപ്പിക്കുന്ന ശൈലി, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു ഇമോഷൻ പറഞ്ഞ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഇവരുടെ ഒരു കഴിവ്, ഇതൊക്കെ അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് എത്ര പേര് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവം ആൾക്കാരാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൽദോ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എൽദോയ്ക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഉള്ളിലുള്ള ആശയം കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് എൽദോയ്ക്ക് പറ്റും എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ഒരു ഡിബേറ്റ് വെക്കുന്ന സമയത്ത് മറ്റൊരാളുമായിട്ടൊരു ഡിബേറ്റ് ചെയ്യുമ്പോൾ എൽദോയ്ക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പോയിന്റ്സ് എടുത്ത് പറഞ്ഞ് തർക്കിക്കാനായിട്ട് പറ്റാത്തതും ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടു. കാരണം ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാനം ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. സേഫ് ആയിട്ട് നിൽക്കുന്ന ടീമിൽ നിന്ന് ഒരാളും ഔട്ട് ഹൗസിലുള്ള ടീമിൽ നിന്ന് ഒരാളുമായിട്ട് വന്ന് ഇവർ തമ്മിൽ ഡിബേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അതിൽ എൽദോയും പാർവതിയും കൂടിയാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. പാർവതിയാണ് അതിൽ ഭംഗിയായിട്ട് ഓരോരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞ് എൽദോയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നത്. എൽദോയ്ക്ക് അതൊന്നും ഖണ്ഡിച്ച് കൃത്യമായിട്ട് അവിടെ ഒരു പോയിന്റ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേ സമയത്ത് ഒരു കാര്യം വന്നതെന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൽദോ വളരെ മനോഹരമായിട്ട് ക്ലാരിറ്റിയോട് കൂടി അവതരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അഫിയാനസിന്റെ കാര്യം. അനഘയെ എവിക്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൽ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അഫിയാനസിനെക്കാട്ടിലും ബെറ്റർ അനഘയല്ലേ എന്നുള്ളത്. പക്ഷെ ഈ ഒരു മാസ്ക് ഓഫ് എന്ന് പറയുന്ന സെക്ഷനിൽ അഫിയാനസിന് കൊടുത്തിരുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്ന വിഷയമായിരുന്നു. അഫിയാനസ് അത് വളരെ ഗംഭീരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്കൊരു ഞാൻ ഒന്ന് ഇംപ്രസ്ഡ് ആയി അഫിയാനസിന്റെ കാര്യത്തിൽ. അതേസമയം ടാസ്ക് ചെയ്യുന്നതിൽ പലതിലും അഫിയാനസ് വളരെ മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല താനും. അതേപോലെ തന്നെയാണ് പ്രണവും അമൃതയും ഒക്കെ ഈ ഒരു സെഗ്മെന്റിൽ വന്നുവെന്ന് സംസാരിച്ചപ്പോൾ തോന്നിയത്. പ്രണവിന് പിന്നെ തുടക്കം മുതലേ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് പ്രണവ് തന്നെ പറയുന്നത് പോലെ പാനിക് ആയതുകൊണ്ടാണോ, അതല്ല ഈ ഓവർ എക്സൈറ്റ്മെന്റ് കാരണമാണോ, ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽപ്പുണ്ട്. പുറത്തേക്ക് അതിൽ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ആകെ കൂടെ ഒരു ഹറിബറി ആയിട്ടാണ് പ്രണവ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമൃത. അമൃത ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മാസ്ക് ഓഫ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കൊടുക്കുമ്പോൾ ഇവർക്ക് മാത്രമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ സംസാരിക്കുന്ന രീതി, ഒരു വിഷയം അവതരിപ്പിക്കുന്നതിലുള്ള ഇവരുടെ കഴിവ്, ഒരു ഇമോഷൻസ് പറഞ്ഞ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ജഡ്ജസിന് വിലയിരുത്താം എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇവരെ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ മാസ്ക് ഓഫ് സെഗ്മെന്റിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് താഷിയുടെയാണ്. ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ താഷി കയറുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയാവാൻ സാധ്യതയുള്ള തരത്തിൽ സംസാരിച്ചിട്ടുള്ളത് താഷിയാണ്. താഷിക്ക് കിട്ടിയിരുന്ന വിഷയം സ്വാർത്ഥത എന്നുള്ളതായിരുന്നു. അതിൽ താഷി പറയുന്നത് താൻ മുമ്പ് വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, പക്ഷെ പ്രണയത്തിൽ നിന്നൊരു ചതി നേരിട്ടതിന് ശേഷം ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ ജഡ്ജസ് താഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു താഷി ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ എന്ന്. ഇതുവരെ ഇല്ല എന്ന് താഷി പറയുമ്പോൾ ഇനിയൊരു അവസരം കിട്ടിയാൽ ചതിക്കും എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടി വന്നാൽ
എന്ന് താഷി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ താഷി പറയുന്നത് ഇതൊരു കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. വേണ്ടി വന്നാൽ എല്ലാവരും ചതിക്കുമെന്നാണ്. പക്ഷെ അപ്പം മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട്. ഞങ്ങളാരും അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഖിൽമാരാര് താഷിൻ്റെ അടുത്ത് പറയുന്നത് ഈ പറയുന്നതൊക്കെ അകത്ത് പോയിട്ടും അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ സ്വാർത്ഥതയും മറ്റുള്ളവരെ ചതിക്കും എന്ന് പറയുന്നതൊക്കെ അകത്ത് കയറി കഴിഞ്ഞാലും അവിടെ തന്നെ ചെന്ന് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് അഖിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഉള്ള സീസണുകളിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കിനും ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കയറും. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതൊന്നും ഈ പറഞ്ഞതൊന്നും അവിടെ കാണാനും ഉണ്ടാവില്ല. അടുത്തതായിട്ട് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്ന ടാസ്കിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ ദിവസം നടന്ന ടാസ്ക് ഫ്ലോറിൽ കുറേ കളങ്ങളുണ്ടാവും. പറയുന്ന നമ്പറിനനുസരിച്ചിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാന്നുള്ളതായിരുന്നു ടാസ്ക്. ആ ടാസ്കിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടീമിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് അതിൽ നിന്ന് ഒരാളെ പുറത്തിറക്കിയിട്ട് പകരം കയറാം. അതല്ല ഗ്രൂപ്പിൽ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കൃത്യമായിട്ട് ടാസ്ക് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് ഷിബിനെയാണ്. അപ്പൊ ഷിബിന മാനിപ്പുലേറ്റ് ചെയ്യേണ്ടടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തും കൺവിൻസ് ചെയ്യേണ്ടടുത്ത് കൺവിൻസ് ചെയ്തും ഇനി കൂടെ നിൽക്കുന്ന ആൾക്കാരെ വരെ മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും ഷിബിന പോകും എന്നുള്ളത് ഷിബിന ഇന്നലെ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഷിബിന ഒരു നല്ലൊരു BB മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പ്രണവ്. കാരണം ആദ്യത്തെ റൗണ്ടിൽ 3 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഫോം ചെയ്യാനായിരുന്നല്ലോ ഇവർക്ക് കൊടുത്തിരുന്നത്. പ്രണവ് ഓൾറെഡി 3 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ വളരെ സേഫ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ആൾക്കാരും പ്രണവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ മറ്റുള്ളവർ വന്ന് സംസാരിച്ചപ്പോൾ പ്രണവ് പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആയി ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാവശ്യമില്ലാതെ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ പുറത്തായി നിൽക്കുന്ന പ്രണവിന്റെ അടുത്ത് ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ അവിടെ നിന്ന് ഇറങ്ങേണ്ടത്? ഇനിയിപ്പോൾ പ്രണവ് നേരെ ഔട്ട് ഹൗസിലേക്ക് പോകും. ഒരു ചാൻസും കൂടെ പ്രണവിന് കൊടുക്കുന്നു. പ്രണവിന് വേണമെങ്കിൽ ഈ ഉള്ളിലുള്ള ഒരാളെ കൺവിൻസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കാം എന്നുള്ളത്. അങ്ങനെ പ്രണവ് എൽദോനോട് സംസാരിക്കുമ്പോൾ എൽദോയ്ക്ക് ഓൾറെഡി ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളത് കൊണ്ട് എൽദോ പറയുന്നു, ഞാൻ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എൽദോ ഇറങ്ങി കൊടുക്കുന്നു. പകരം പ്രണവ് കയറുന്നു. പക്ഷെ 2ാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്കിനും പ്രണവ് ഓൾറെഡി ഇതേ കാര്യം തന്നെ ചെയ്യാണ്. 5 പേരടങ്ങുന്ന ഒരു ടീമിൽ വളരെ സേഫ് ആയിട്ട് നിന്ന പ്രണവ് ഒരു കാര്യമില്ലാതെ അവിടുന്ന് ചാടി പുറത്തിറങ്ങുന്നു, ഔട്ട് ഹൗസിലാവുന്നു, അവിടുന്ന് നേരെ വീട്ടിലേക്കും പോകുന്നു. പാർവതി ഇതേപോലെ തന്നെ 2ാമത്തെ റൗണ്ടിൽ 5 പേര്, എനിക്ക് തോന്നുന്നു 2ാമത്തെ റൗണ്ടിലാണോ ഏറ്റവും അവസാനത്തെ റൗണ്ടിലാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട്. ആ ഇതില് വളരെ സേഫ് ആയിട്ട് ആ ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു അമിത ആത്മവിശ്വാസം കാണിച്ചിട്ട് പാർവതി പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇറങ്ങിയതാണ് എന്ന് പറയുന്നു. പക്ഷെ പൂർത്തിയാക്കാൻ ഒരു ഗ്രൂപ്പ് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നേരെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു, അവിടുന്ന് നേരെ വീട്ടിലേക്കും പോകുന്നു. പാർവതീന്റെ എവിക്ഷൻ നടന്ന സമയത്ത് എനിക്ക് അത് ശരിക്കും ഫെയർ ആയിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാർവതി ഒന്ന് ആ ടാസ്കിലുടനീളം പെർഫോം ചെയ്തു. അതായത് പാർവതി ആ ടാസ്ക് കളിക്കാനായിട്ട് ബുദ്ധിപരമായി തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ്. ഷിബിനെ പോലെ തന്നെ ആൾക്കാരെ കൂട്ടാനും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേപോലെ ഫൈനൽ ആയിട്ട് നടന്നിരുന്ന ഡിബേറ്റിലും പാർവതി നല്ലപോലെ തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ അളകനന്ദയും അമൃതയും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ പാർവതി എവിക്റ്റായി പോയത് എനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി 2ാമത്തെ ദിവസത്തെ ടാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്ക് കൊടുത്തിരുന്നത് കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടാവും. 4 ടീമാണ് ആദ്യം മത്സരിക്കാൻ വരേണ്ടത്. 2 ടീമുകൾ വീതമാണ്. അപ്പൊ ഈ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഒരു നീളത്തിലുള്ള രൂപം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നീളത്തിലുള്ള രൂപം ബിൽഡ് ചെയ്യുന്നത് ഏത് ടീമാണോ ആ ടീമായിരിക്കും വിജയിക്കുക. 4 പേരടങ്ങുന്ന ടീമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരാള് ഈ രൂപം നിർമ്മിക്കാനും ബാക്കിയുള്ള 3 ആൾക്കാർ ഈ വെച്ചിരിക്കുന്ന വസ്തുക്കൾ പോയിട്ട് എടുത്തോണ്ട് വരാനാണ് പറഞ്ഞിരുന്നത്. അതിൽ ആദ്യം മത്സരിക്കാൻ വന്നത് എൽദോന്റെ ടീമും അതുപോലെ തന്നെ താഷിന്റെ ടീമുമാണ്. താഷിയും എൽദോയുമാണ് ഇരു ടീമുകളിൽ നിന്നും ഇത് ബിൽഡ് ചെയ്യാൻ നിന്നിരുന്നത്. അവരുടെ ടീമിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് പോയിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിൽ താഷിന്റെ ടീമിലുള്ള മെമ്പേഴ്സ് പോയിട്ട് നീളത്തിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് പോയി ചൂസ് ചെയ്തത്. ഈ ടാസ്കിൽ മെയിനായിട്ട് നോക്കുന്നത് ഇന്റലിജൻസ്, നമ്മുടെ യുക്തിബോധം. ഈ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ രൂപം, അളവ്, അവര് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എങ്ങനെ വെക്കും എന്നുള്ള ഇത് മാത്രമല്ല, നമ്മുടെ കൈയും കണ്ണും തമ്മിലുള്ളൊരു ഏകോപനം, കൈവഴക്കം, ഇതൊക്കെയാണ് ഈ ടാസ്കിലൂടെ നമ്മൾ വിലയിരുത്തുന്നത്. അതിൽ താഷിക്ക് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. താഷി ആദ്യം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പോയി. പക്ഷെ സെന്റർ പോർഷൻ വെച്ചത് കുറച്ച് മാറിപ്പോയി.
അതും കൂടി നല്ല രീതിയിലൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ താഷിൻ്റെതായിരിക്കാം ഏറ്റവും ഉയരം ഉണ്ടാവുക. പക്ഷെ താഷിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പുറത്ത് എൽദോന്റെ ടീമിലുണ്ടായിരുന്ന ആൾക്കാർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം എൽദോന്റെ ടീം തോറ്റു എന്നുള്ളത്. പക്ഷെ എൽദോ ഈ പറയുന്നത് പോലെ യുക്തിപരമായിട്ട് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നിൽക്കുന്ന തരത്തിൽ ഒരു രൂപം ബിൽഡ് ചെയ്തു. അങ്ങനെ എൽദോന്റെ ടീമാണ് ആദ്യത്തെ 2 ടീമുകളിൽ വിജയിച്ചിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് രാകേഷിന്റെ ടീമും ഷിബിനേന്റെ ടീമുമാണ്. ഷിബിനേന്റെ ടീമിൽ നിന്നും ഷിജിനാണ് ഇത് ബിൽഡ് ചെയ്യാൻ നിൽക്കുന്നത്. രാകേഷാണ് രാകേഷിന്റെ ടീമിൽ നിൽക്കുന്നത്. ഇതിൽ 2 ടീമും ഒപ്പത്തിനൊപ്പം നല്ല രീതിയിൽ തന്നെ പോയി കളിച്ചു. 2 ടീമും ബുദ്ധിപരമായിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ പോയിട്ടാണ് പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. രാകേഷ് ഒരു കാർപ്പൻറ്ററാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും വിചാരിച്ചിരുന്നത് രാകേഷിന് ഇതിനൊരു ബുദ്ധി ഉണ്ടാവും, ഇത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും, ഏതിന്റെ മുകളിൽ ഏത് വെച്ചാലാണ് കൃത്യമായിട്ട് നിൽക്കുക, എങ്ങനെയാണ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ ഒരു കൈവഴക്കവും ആ ഒരു ബുദ്ധി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ രാകേഷിനും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഷിജിനാവട്ടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായി എടുത്തു വെച്ച് കൃത്യമായിട്ട് അത് ബാലൻസ് ചെയ്ത് നിർത്തി. ആ 2 പേരിൽ ഷിജിൻ, അതായത് ഷിബിനേന്റെ ടീമാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷെ 2 ടീമിലെ മെമ്പേഴ്സ് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ദിവസത്തെ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് ആൾക്കാർ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. അപ്പോൾ ഔട്ട് ഹൗസിൽ പോകാതിരുന്ന കുറച്ച് ആൾക്കാരാണ് രചന, ഷിൻജിത്ത്, അതുപോലെ തന്നെ അളകനന്ദ. അപ്പോൾ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 പേരുണ്ടല്ലോ, രജിത് കുമാറും വീണ നായരും. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന പവർ പ്രകാരമാണ് രചനേനെയും ഷിൻജിത്തിനെയും അളകനന്ദേനെയും ഈ ഔട്ട് ഹൗസിലേക്ക് ഇടുന്നത്. അതുപോലെ ഇന്ന് വന്നിട്ടുള്ള ജഡ്ജസിൽ റെനീഷയ്ക്കും നാദ്രയ്ക്കും കൊടുത്തിരിക്കുന്ന പവറിന്റെ അടിസ്ഥാനത്തിൽ അവര് ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നത്, അവർക്ക് കൊടുത്തിരുന്നത് ഔട്ട് ഹൗസിൽ നിന്ന് ഒരാളെ സേഫ് ആക്കാം, സേഫ് ആയിട്ടിരിക്കുന്ന ഒരാളെ ഔട്ട് ഹൗസിലേക്ക് വിടാമെന്നാണ്. അങ്ങനെ അഫ്നിയാസ് ഓൾറെഡി ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നു. അഫ്നിയാസിനെ നേരെ സേഫ് ആക്കുന്നു, അമൃതേനെ ഔട്ട് ഹൗസിലേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെ 2 ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള എവിക്ഷനിൽ ആദ്യത്തെ ദിവസം ഇന്നലെ എവിക്റ്റ് ആയിട്ടുള്ളത് ആദ്യം പ്രണവാണ്. പ്രണവ് ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് തർക്കിക്കാനൊന്നും നിൽക്കൂല, അതങ്ങ് വിട്ടുകൊടുക്കും. അങ്ങനെ ഉള്ള ഒരാള് ബിഗ് ബോസിൽ സർവൈവ് ചെയ്ത് പോവാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ പ്രണവ് എവിക്റ്റഡ്. ഇന്ന് അളകനന്ദ എവിക്റ്റ് ആവുന്നുണ്ട്. അളകനന്ദ എനിക്ക് തോന്നുന്നു നേരത്തെ എവിക്റ്റ് ആവേണ്ട ഒരാളാണ്. എനിക്ക് അളകനന്ദേന്റെ പെർഫോമൻസ് തുടക്കം മുതലേ അത്ര ബെറ്റർ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അളകനന്ദേനെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരുന്നു പാർവതി, അനഘ എന്നൊക്കെ പോലുള്ള ആൾക്കാർ. പക്ഷെ അളകനന്ദ അങ്ങനെ ഇന്നാണ് എവിക്റ്റ് ആവുന്നത്. വിശാഖ് പക്ഷെ ഇന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, എവിക്ഷനിൽ വരും അല്ലെങ്കിൽ എവിക്റ്റ് ആവും എന്നുള്ളത്. അത് രഞ്ജിനി പറയുന്നുണ്ട്. വിശാഖ് നല്ല രീതിയിൽ പേഴ്സണാലിറ്റി കാണിച്ചിരുന്ന ഒരാളാണ്, നന്നായി പെർഫോം ചെയ്തിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ബാക്കിയുള്ള ആൾക്കാർ വിശാഖിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം വിശാഖ് കുറച്ച് പുറകിലേക്ക് പോയതായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് വിശാഖ് എവിക്റ്റ് ആവുന്നത് എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ 2 ദിവസം കൊണ്ട് എവിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പ്രണവ്, അളകനന്ദ, വിശാഖ്, പാർവതി, പ്രവീണ്, രചന, ഷിൻജിത്ത്, അമൃത. ബാക്കി 12 മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇന്ന് എപ്പിസോഡിന്റെ അവസാനം റനീഷ പറയുന്നത് ഈ 12 പേരിൽ നിന്ന് ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ വോട്ടിംഗ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ 12 പേരിൽ നിന്നും ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.